വെറും ക്രിക്കറ്ററല്ല, ഭീകര ക്രിക്കറ്റ്. അന്ന് കളിക്കുമ്പോഴത്തേക്കൊക്കെ കപിൽ ദേവിനെ പോലെ ബാറ്റ് ചെയ്യുക, കപിൽ ദേവിനെ പോലെ ആക്ഷനിൽ ബോൾ ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു. ഇവിടെ പാഷാണം ഷാജിയാണെങ്കിൽ അവിടെ ബുള്ളറ്റ് ബാബു ആയിരുന്നു. തമാശ മാത്രം ഒന്ന് പറഞ്ഞാൽ അത് പിന്നീട് പറയാൻ പറ്റില്ല. പറയുമ്പോൾ പുതിയത് പറയണം. ഞാൻ എന്തിനാണ് റിയാക്ഷൻ ട്രീ ആവണേ അബോന്ന് പറഞ്ഞ് പോണ ഒരു സീനൊക്കെ എൻ്റെ തീര. അതേപോലെ കോർട്ടിൽ കുറേ സാധനം ചെയ്യും. എൻ്റെ സിനിമയുടെയൊക്കെ പേരങ്ങനെയെന്നേ ഈ പറഞ്ഞ വെള്ളിമൂങ്ങ, പാഷാണം ഷാജി, കരിങ്കണ്ണൻ, പോത്തും തല. എന്നെ ആര് വിളിച്ചെന്ന് നീ പറഞ്ഞത്? ആ ശ്രദ്ധിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചതെന്ന് പറഞ്ഞു. അവൻ അയ്യോ സോറി. കടം എപ്പോഴും വേണം. കടം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനാവുള്ളൂ. നമ്മൾ ഈ ബോഡി ഷെയ്മിങ് പറഞ്ഞത് കൊണ്ട് ഏതെങ്കിലും ഒരു തലമുറ വഴി തെറ്റൂ. ഇപ്പം എന്നെ ക്യാരിക്കേച്ചർ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ക്യാരിക്കേച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കില്ല ആൾക്കാർ. അതിനാണ് നമ്മുടെ പല്ല് വലുതാക്കി ഇങ്ങനെയൊക്കെ വരച്ചു വെക്കണത്. അവരോട് ഞാൻ പറയാറുണ്ട്, ആ സിനിമയിൽ എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ ഒത്തിരി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കൂടെ തല്ല് കിട്ടിയത് അതല്ല ഉദ്ദേശിച്ചത്. ചോദിച്ചോ കുഴപ്പമില്ല. കബഡി കളിച്ചപ്പോൾ ഒരുത്തനെ ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് അവന് ഇച്ചിരി പൊക്കം കുറവാണ്. ഒറ്റ ചാട്ടം ചാടിയിട്ട് നാക്ക് വിട്ട് കണ്ടിച്ചു പോയി. സുധി ഈ അവൻ്റെ സ്വന്തമായിട്ടേ എനിക്കിങ്ങനെ വേണം, ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണം, കുറേ കാശുണ്ടാക്കണം, വീട് വെക്കണം, അങ്ങനെയുള്ള ഒരു ചിന്തയില്ലാത്ത ആളാണ്. അങ്ങനെ അവനതിന് ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയൊന്നും. നമസ്കാരം. ഇന്ന് റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം ഉള്ളത് സാജു നവോദയാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാജു നവോദയ എന്ന് പറയുമ്പോൾ ആക്ടറായ സാജു നവോദയ എല്ലാവർക്കും അറിയാം, പക്ഷെ ഒരു ക്രിക്കറ്ററായ സാജു നവോദയ എന്ന് പറയുമ്പോൾ ഭീകര ക്രിക്കറ്റ് അല്ല. അത് നമ്മൾ എന്താന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, അന്നത്തെ സമയത്ത് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ കൂടുതലും നമ്മൾ വഴക്ക്, തല്ല് കൊള്ളുക, ഇതൊക്കെയാണ് കളി. ഒരു നമ്മൾ നിർത്തില്ല, സന്ധ്യയിലും നിർത്തില്ല. അപ്പം തല്ലിയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ കളിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. അന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇപ്പം നമ്മൾ തിരിച്ചു പിടിക്കുന്ന പോലെയാണ്. ഇപ്പം കളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളിക്കാം, എന്തുവേണേലും ചെയ്യാം എന്നുള്ള രീതിയിൽ പോണത്. പിന്നെ അതുമാത്രമല്ല, അന്നൊക്കെ നമ്മളെ ഈ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കുക, കളിയൊന്നും വേണ്ട, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. വീട്ടുകാർക്ക് അറിയില്ല, ഇത് രണ്ടും ഇല്ലെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അപ്പം ഇപ്പം നമ്മൾ തൃപ്പൂണിത്തുറ പൂജ ഗ്രൗണ്ടിൽ കളിക്കാതിരിക്കുമ്പോൾ കാണാം, വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇത്രയുള്ള കുട്ടികളെ ബാറ്റും പാഡൊക്കെ ആയിട്ട് അമ്മമാരെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അവിടെ അമ്മമാർ കൊണ്ടുവന്നാക്കിയിട്ട് അവർ കളിച്ച് തീർന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അച്ഛനും അമ്മയൊക്കെ പാരൻസ് എല്ലാവരും. അത്രയും സപ്പോർട്ട്. പിന്നെ ഇപ്പം അങ്ങനെയുണ്ട്. അന്നത്തെ കാലത്ത് ഒരു രീതി എങ്ങനെയായിരുന്നു? ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ തല്ലുകൊള്ളൽ തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. കളി അവിടെ തോക്കുകയും ചെയ്യും, വീട്ടിൽ വന്ന് തല്ലും കൊള്ളണം, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ട്. കളിക്കാനാണെങ്കിൽ കളിക്കാൻ പോകും, അതിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് വൈഫുണ്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ആ ടൈമിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം സച്ചിനെയൊക്കെ നമ്മൾ കേൾക്കുക, അല്ലെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സച്ചിൻ ആ ടൈമിന് അങ്ങനെ ചില വീടുകളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ടുള്ളൂ. ടി വി ഒക്കെ അന്നേരം കുറവല്ലേ. പക്ഷെ ടോട്ടലി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്നേരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അന്ന് കപിൽ, അതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ള ആൾക്കാർ. അപ്പം അന്ന് കളിക്കുമ്പോഴത്തേക്കൊക്കെ കപിൽ ദേവിനെ പോലെ ബാറ്റ് ചെയ്യുക, കപിൽ ദേവിനെ പോലെ ആക്ഷനിൽ ബോൾ ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു. അതൊന്നും നടക്കണ കാര്യമല്ല. എന്നാലും ആ ഒരു ഇതായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ബ്ലൂ സ്റ്റാർ. അതെ. അതിൽ ബുള്ളറ്റ് രാജയായിട്ട് വരുന്ന ബുള്ളറ്റ് ബാബു. അതിൽ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് മാറിപ്പോയ ക്യാരക്ടർ. അത് യോഗി ബാബു ചെയ്യേണ്ട ക്യാരക്ടറാണ്. പുള്ളി നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പോൾ അവർ ഈ ക്യാരക്ടർ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ച് യോഗി ബാബുവിന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവരിങ്ങനെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്യാം എന്ന് പറഞ്ഞ, സതീഷ് എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, സതീഷിൻ്റെ ഫ്രണ്ടാണ് ശ്യാം. അങ്ങനെ അവർ വഴിയാണ് എന്നിലേക്ക് വന്നത്. ഏകദേശം അന്നേരത്തെ എൻ്റെ ഹെയറും ഒരു വണ്ണമൊക്കെ ഉണ്ടായിരുന്നില്ല. ആ സമയം പുള്ളി ഞാനായിട്ട് മാച്ചായിരുന്നു. അപ്പോൾ അവർ ആദ്യം ചോദിച്ച ക്രിക്കറ്റ് കളിക്കാൻ അറിയാമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞ് അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഭവം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഭീകര പ്ലെയറായിട്ടാണ് എന്നെ കൊണ്ടുപോകണമെന്ന് അറിയണത്. പിന്നെ അവർ കോച്ചിനെ വെച്ച്, കോച്ച് പറഞ്ഞു തന്നെ ഓരോ ഷോട്ടുകൾ അങ്ങനെ കളിച്ചൊക്കെ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആ സിനിമയിൽ തന്നെ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള എലിമെന്റ് ആയിരുന്നു അതാണ് വരിക എന്നുള്ളത്. അത് മാത്രമല്ല, പിന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാതെ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി കളിക്കാൻ അങ്ങനത്തെ ആറ്റില്ല. അതാ പൊളിറ്റിക്സ്, നമ്മുടെ ഈ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള പൊളിറ്റിക്സ് ആണ് പുള്ളി പറയണത്. അപ്പോൾ ഈ ക്യാരക്ടർ അവിടെ ഞാൻ ആദ്യമായിട്ട് തമിഴിൽ അഭിനയിക്കുന്നതാണ്. ഫസ്റ്റ് മൂവിയാണ്. ആ ഫസ്റ്റ് മൂവിക്ക് ഞാൻ പ്രൊമോഷൻ പോയി തമിഴ്നാട്ടിൽ. അവർ ഭയങ്കര സ്വീകരണമായിരുന്നു. കാരണം ആ ക്യാരക്ടർ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇവിടെ പാഷാണം ഷാജി ആണെങ്കിൽ അവിടെ ബുള്ളറ്റ് ബാബു ആയിരുന്നു ഞാൻ. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞ് ഇനി നാട്ടിൽ നിങ്ങൾ ബുള്ളറ്റ് ബാബു ആയിരിക്കും കൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര, കാരണം ആദ്യം യോഗി ബാബു പറഞ്ഞ് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ച്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ചേട്ടാ സോറി ഞങ്ങളിങ്ങനെ പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പുള്ളി വരില്ല എന്ന് പറഞ്ഞു. വീണ്ടും വിളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ പുള്ളി വരാമെന്ന് പറഞ്ഞ്. പുള്ളിക്ക് ക്രിക്കറ്റിൻ്റെ പ്ലെയറിൻ്റെ വേഷം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വിടാനും പറ്റണില്ല. ലാസ്റ്റ് പുള്ളി ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മൂന്നാമതും വിളിച്ചാൽ ഇത് ഉറപ്പാണോ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ കയറി അവിടെ പോയി ചെയ്തു. ഭയങ്കര അനുഭവമായിരുന്നു. അവർ ആ ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നല്ലോ.
ഷൂട്ട് അതിൽ മൊത്തം. വേറെ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആക്ഷൻസ്, ഒരു ബൗണ്ടറി അടിച്ചതിന് ശേഷം ഒരു വെടിവെക്കുന്ന ആക്ഷൻ ഒക്കെ ഉണ്ട്. അതാണ് ബുള്ളറ്റ് ബാബു എന്ന് പറഞ്ഞത്. പിന്നെ ആ എൻട്രി ഒക്കെ ഭയങ്കരമായിട്ട് അവർ ഇതുവരെ ഞാൻ ചെയ്തിട്ട് ഒരു പടത്തിൽ എനിക്ക് അതൊരു എൻട്രി കിട്ടിയിട്ടില്ല. ഇത് ഒരു എൻട്രി പഞ്ചൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടെ വേറൊരു കാര്യം തന്നെ, അവിടെ നമ്മൾ ഷൂട്ട് നടന്നിട്ടിരിക്കുമ്പോഴത്തേക്ക് അതിൽ നായകന്മാരെല്ലാവരും ഇല്ലേ, അവരെല്ലാവരും ഒരു ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞ് അവർ ആ വെയിലത്ത് അവിടെ തന്നെ ഇരുന്ന് അടുത്ത സീൻ ഡെവലപ്പ് ചെയ്യുക. ക്യാരവാനൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ അവർ ക്യാരവാനിൽ കൊണ്ടിരുത്തി. പക്ഷെ ഇവരാരും അങ്ങനെ വന്ന് ഇരുന്നിട്ട് കഥ പറഞ്ഞിരിക്കുകയൊന്നുമില്ല. അവരടുത്ത സീൻ സെറ്റാക്കിയിട്ട് അടുത്ത പൊലിപ്പിക്കുക സീൻ. അത്ര ഡെഡിക്കേഷനാണ് അവർ. പിള്ളേർ അങ്ങനെയല്ല. അപ്പോൾ ഇതുപോലെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സിനിമയിലേക്കുള്ള ഒരു തുടക്കം? എങ്ങനെയായിരുന്നു തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സിനിമയിൽ വരുമെന്ന് ചിന്തിച്ചു, അങ്ങനെ സിനിമ ആഗ്രഹിച്ചു നിന്നൊരാളല്ല ഞാൻ. ഈ നമ്മൾ 500 രൂപ പരിപാടി കളിച്ച് വരുന്ന ആ ഒരു ടൈമാണെന്നല്ല. അതിൽ കഴിഞ്ഞിങ്ങനെ ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥിരമായിട്ടൊരു ചാനലിൽ ഒരു കോമഡി സീരിയലിൽ കയറണം, ഇച്ചിരി കൂടി പേയ്മെൻറ്റ് കിട്ടണം. അതായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1-2 സിനിമകളിൽ എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ ഹൗസ് നമ്പർ 13 എന്ന് പറഞ്ഞൊരു പടത്തിൽ വിളിച്ച് ആ പടത്തിൽ പോയി അഭിനയിച്ച് ഫസ്റ്റ് പടം അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മാസിൻ്റെ പടമായിരുന്നു. മമ്മാസിൻ്റെ പടത്തിൽ ഒരു 2 കള്ളന്മാരുടെ ക്യാരക്ടറായിരുന്നു. അത് ഞാൻ രാജേഷ് പറവൂരും കൂടി ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അതെ ഞങ്ങളൊരു 10-15 വർഷത്തെ കോമ്പിനേഷനാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ലിറ്റിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ട് വിനയ് സാറിൻ്റെ പടം. അത് കഴിഞ്ഞിട്ടാണ് വെള്ളിമുങ്ങ ചെയ്യണത്. 4ാമത്തെ പടമാണ് നാലാമത്തെ പടം ശരിക്കും വെള്ളിമുങ്ങ. അല്ല, അതിന് ഫസ്റ്റ് പടം അപ്പം പെട്ടിയിലായി. അത് കാരണം അവിടെ അല്ല, അതിപ്പോൾ എന്തായാലും പാവം പ്രൊഡ്യൂസർ എന്തായാലും ഇപ്പം ഇത്ര വർഷമായില്ലേ മറന്നിട്ടുണ്ടാവും. അപ്പം എന്നോട് ആർട്ടിൽ ചെയ്യണവർ പറഞ്ഞ് ടി വിയിൽ പ്രോഗ്രാം ചെയ്യണുണ്ട് അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആർട്ട് ചെയ്യണവരൊക്കെ കൂടി പറഞ്ഞ് ഇന്ന് സാജു എന്നാ, പാഷാൺ ഷാജി ആയിട്ടില്ല, സാധിച്ചേട്ടാ ഈ പടം പെട്ടിയിലായ ചേട്ടൻ്റെ രക്ഷോട് കിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അത്. പക്ഷെ അതൊന്നും ഒരിക്കലും ആവാൻ പാടില്ലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം. ഈ കൗണ്ടറുകൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ആ ഒരു താളത്തിനനുസരിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്ക്? എന്താണ് അത്? ടെക്നിക്കൊന്നുമില്ല, അത് എക്സ്പീരിയൻസാണ്. നമ്മൾ ചെയ്തത് ഒരു പാട്ടുകാരനാണെങ്കിൽ ഈ പാട്ടുകാരൻ്റെ ഏത് പാട്ട് പാടിയാലും ജനം ഇഷ്ടപ്പെടും. നമ്മൾ 100 പ്രാവശ്യം കേട്ട പാട്ടാണെങ്കിലും പാടി നമുക്കത് ഇഷ്ടപ്പെടും. അതുപോലെ ചിത്രകാരനാണെങ്കിൽ ഇദ്ദേഹം വരക്കണത് എങ്ങനെ വരച്ചാലും അത് ഇഷ്ടപ്പെടും. നല്ല ക്വാളിറ്റിയുള്ള ചിത്രം ഇഷ്ടപ്പെടും. തമാശ മാത്രം ഒന്ന് പറഞ്ഞാൽ അത് പിന്നീട് പറയാൻ പറ്റില്ല. പറയുമ്പോൾ പുതിയത് പറയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, ഏറ്റവും കൂടുതൽ ഒബ്സർവേഷനാണ്. നമ്മൾ ഈ സ്കിറ്റ് കളിക്കുന്നവരെല്ലാവരും ഞാൻ കളിച്ച സ്കിറ്റിലെല്ലാം എൻ്റെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഞാനൊരു ദിവസം പരിപാടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇന്നലെ എനിക്കിട്ടായിരുന്നല്ലേ, കാരണം ഞങ്ങൾ തമ്മിൽ അറിയാൻ പറ്റും. അപ്പം അത് ഈ സാധാരണക്കാരൻ്റെ ഇടയിൽ കൂടുതൽ തമാശകളുണ്ടാവും. കൂടുതൽ തമാശ ഉണ്ടാവും. മരണ വീട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തമാശ ആയിരിക്കുള്ളൂ. പക്ഷെ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തമാശകളാണ്. അപ്പം നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യും. അതുകൊണ്ട് അതുമല്ല, ഈ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ രാജേഷ് പറവൂർ കൊല്ലം സുധി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് പറയുന്ന അവർക്കറിയാം. അല്ല, ആദ്യം ഒരു റിഹേഴ്സലോ അല്ലെങ്കിൽ അങ്ങനെ റിഹേഴ്സൽ ഉണ്ടാവും. ആദ്യം നമ്മളൊരു 1 ലൈൻ എഴുതിയിട്ട് റിഹേഴ്സൽ ചെയ്യും. എന്നിട്ട് ആ റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഏതൊക്കെ ക്യാരക്ടർ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ അങ്ങനെ റിഹേഴ്സൽ ചെയ്ത് തന്നെയാണ്. സ്ക്രിപ്റ്റഡ് അല്ല, എഴുതി വെക്കണം മാത്രം പറയാനാണെങ്കിൽ അത് നാടകം സിനിമയൊക്കെ എഴുതി വെക്കണം മാത്രം പറയാൻ പറ്റുള്ളൂ. ഈ മെമിക്രി സ്കിറ്റ് കളിക്കുമ്പോൾ എഴുതി വെച്ചേക്കണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു പോകും. അതൊരു 1 ലൈനാണ്. അത് ഇട്ടിട്ട് അതിൽ നിന്ന് പറഞ്ഞ് നല്ല ഡെവലപ്പ് ചെയ്ത് പോകും. ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ ഇപ്പം കോമഡി ഫെസ്റ്റിവൽ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം കൊല്ലം സുധി ആവട്ടെ, രാജേഷ് പറവൂർ ആവട്ടെ, ഇവരായിട്ടുള്ളൊരു കോംബോ അത് 10-15 കൊല്ലം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതെ സുധി ഞാനായിട്ട് 5 വർഷം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. രാജേഷ് പറവൂരായിട്ട് 10 വർഷത്തിൽ മേലായിരുന്നു ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതാ പറഞ്ഞു, ഞങ്ങൾ ആ ഒരു കോമ്പിനേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുന്നു അവനൊരു ഊഹമുണ്ട്. ഞാനിത് പറഞ്ഞ അവൻ തിരിച്ച് എന്ത് പറയുന്ന എനിക്കൊരു ഊഹമുണ്ട്. ആദ്യം തന്നെ പ്രിപ്പയർഡ് ആണ്. അല്ല, സ്പോട്ടിൽ പറഞ്ഞാലും സ്പോട്ടിലൊരു സാധനം ഞാൻ പറഞ്ഞാലും അവൻ തിരിച്ചു പറയൂ. അതിനുള്ള സാധനം നമുക്ക് തിരിച്ചു തരും. ശ്രുതി ആണെങ്കിലും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ശ്രുതിയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ ഞങ്ങളാലും ചിരിച്ചു പോകും. ഞാൻ തിരിഞ്ഞു പറയുന്നിട്ടുണ്ട് ഇങ്ങനെ. എന്തായിരുന്നു ആ റിയാക്ഷൻ? ഒന്നും തിരിച്ചു പറഞ്ഞല്ല, അത് ഇടണ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. ശ്രുതി ഇടണതൊക്കെ മറ്റേ കട്ടപ്പനയിൽ പറയില്ലേ, ഞാൻ എന്തിനാണ് റിയാക്ഷൻ ഇട്ട് ചെയ്യാവണം, ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോണ ഒരു സീനൊക്കെ ഉണ്ട് ശ്രുതിക. അതേപോലെ സ്പോട്ടിൽ കുറെ സാധനം ചെയ്യും ശ്രുതി. ഫസ്റ്റ് റിയാക്ഷനിലൊന്നും നാവ് ഇങ്ങനെ ഒരു കാലത്ത് ഏറ്റവും ഹിറ്റ് ആയിരുന്നത് എന്ന് പറയുമ്പോൾ നാവ് കടിക്കുന്നു. അല്ല, എൻ്റെ ഒരു ഫാമിലിക്ക് അങ്ങനെ ഉണ്ട്. ഈ നാക്കിൻ്റെ ഒരു പേരുണ്ട്. എന്തെങ്കിലും ശ്രദ്ധിച്ച് എൻ്റെ അമ്മയൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കണം, നാക്ക് ഇങ്ങനെ ഇരിക്കണോ, ഇങ്ങനെ ഇരിക്കും. നാക്ക് കടിക്കും. ദേഷ്യം വന്നാൽ അപ്പത്തിന് ഇങ്ങനെ ആവും. അങ്ങനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നാക്കിൻ്റെ പോക്കും വരവൊക്കെ. അങ്ങനെ എൻ്റെ ചേട്ടൻ രണ്ടും 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത്. അങ്ങനെ ഉണ്ട്. കബഡി കളിച്ചപ്പോൾ ഒരുത്തനെ ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് അവന് ഇച്ചിരി പൊക്കം കുറവാണ്. ഒറ്റ ചാട്ടം ചാടിയിട്ട് നാക്ക് വിട്ടു കണ്ടിച്ചു പോയി. മുറിഞ്ഞു ഒരു ഇച്ചിരി പീസേ വിടാണ്ടാകുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഇപ്പം ചേട്ടൻ സംസാരിക്കും. ഇപ്പോഴും അതിൻ്റെ ഒരു ഇതുണ്ട്.
അപ്പോൾ ഈ നാക്കുകടി കൊണ്ട് അങ്ങനെ ഒരു ദോഷം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പൊ നാക്കടിക്കുന്ന സീനുകൾ വളരെ കുറവാണ്. അത് ഞാൻ കൺട്രോൾ ചെയ്ത് കുറെ ഇപ്പം ഇതിങ്ങനെ വന്നല്ലേ പണ്ട് ഭയങ്കരമായിട്ട് വരും, ഇങ്ങനെയൊക്കെ വരും, ഭയങ്കരമായിട്ട് വരുമായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ചുരുക്കി വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യണത്. ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തെ കൂടി ഒന്ന് നിസ്സാര സമയമല്ലേ ഉള്ളൂ, അത്ര നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ മതിയല്ല. ഭയങ്കരമായിട്ട് നാക്ക് പുറത്ത് വരുമായിരുന്നു. നേരത്തെ പറഞ്ഞു എല്ലാ സ്ഥലത്തും നമുക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏത് മരണ വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെയുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ മാനറിസങ്ങൾ നമ്മൾ എടുക്കുന്നു. ഇപ്പം മരണ വീട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെള്ളിമുങ്ങല. അതെ, ആ ഒരു മരണ വീട് അതൊക്കെ ഞങ്ങൾ തന്നെയാണ് ആ സീനൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ലാസ്റ്റ് മറ്റേ ഒരു പാട്ടൊക്കെ വരുന്നു, അതെ, റംബാഹോ എന്നുള്ള പാട്ട് വരുന്നു. അതൊക്കെ ക്രിയേറ്റ് ചെയ്തതിന്റെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു, ആ സ്ക്രിപ്റ്റ് വർക്കിന്റെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. വെള്ളിമുങ്ങ ഇതാണ് നമുക്ക്, ഞാൻ ആ പടത്തിലേക്ക് വന്നത് ജിബിച്ചേട്ടൻ്റെ ഡയറക്ടർ ജിബിച്ചേട്ടൻ്റെ വൈഫ് ഒരു ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന ആളായിരുന്നു. ചേച്ചി പറഞ്ഞിട്ടാണ് ജിബിച്ചേട്ടനോട് പറഞ്ഞത്, ഇന്ന പോലെ ഒരാളുണ്ട് അയാളെ വിളിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിളിയ ഇല്ല മിമിക്രിക്കാരൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി പിടിച്ചെടുത്ത് കാണിച്ചു കൊടുത്തു ഞങ്ങളുടെ സ്കിറ്റ്. അങ്ങനെയാണ് ജിബിച്ചേട്ടൻ എന്നെ വിളിക്കണതും ടിനിച്ചേട്ടൻ എന്നെ ആദ്യം വിളിക്കണത്. അത് കഴിഞ്ഞിട്ട് ജിബിച്ചേട്ടൻ പറഞ്ഞ് ഞാൻ പടത്തിൽ ഇതിനൊന്ന് വന്നെന്ന് പറഞ്ഞ് പിന്നെ അവർ ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് ടീം ഉണ്ടായിരുന്നില്ല എഴുതാനും, അപ്പം അതിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് അങ്ങനെ കുറേ ഒരു മാസത്തോളം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവരായിട്ടൊക്കെ സിങ്കായി, ഡയറക്ടറായിട്ടാണെങ്കിലും ഇങ്ങനെ ബിജുചേട്ടനാണ്, അങ്ങനെ എല്ലാവരും അറിയാൻ പറ്റി. പിന്നെ നമ്മൾ ലൊക്കേഷൻ ചെന്നപ്പോൾ നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല, ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തെറ്റിയാലും വഴക്ക് പറയില്ലെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിരുന്നു അന്നേരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിലൊക്കെ പലപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു റോളാണ്. അതെ അതെ അതെ, അത് കാരണം അത് നല്ലൊരു സിമ്പിളാണല്ലോ, എല്ലാത്തിനും ഇടാൻ പറ്റിയ ആളാണ്. കാരണം ആ സിനിമയിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ആ സിനിമ ഹിറ്റായതോടുകൂടി പിന്നെ എല്ലാ വേദികളും ഇതുപോലെ അന്ന് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഒത്തിരി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കൂടെ ഇരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അല്ല, അവരോട് ഞാൻ പറയാറുണ്ട് ആ സിനിമയിൽ എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ ഒത്തിരി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കൂടെ ഒരുപാട് സ്വീകരണങ്ങളും മറ്റൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യണം, അതിന്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടും. അതെ അതെ അതെ. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അങ്ങനെ ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമിന് കയറുമ്പോൾ എനിക്ക് പേടിയാണ്, കയറി ഒന്ന് താളം പിടിക്കുന്നവരെ നമുക്ക് പേടിയാണ്. ഓഡിയൻസിന്റെ ആ ഒരു റെസ്പോണ്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയാത്തതുകൊണ്ട് ആ പേടിയാണ് നമ്മുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പേടിയില്ല, ഞാൻ എന്ത് കാണിച്ചാലും ചിരിച്ചോളൂ എന്നുള്ള ഇതാണെങ്കിൽ അതൊക്കെ പോയി, കാലം പോയിപ്പാ, അതൊക്കെ മാറി. അപ്പം ആ ചെന്നിട്ട് നമ്മൾ ആ സ്പോട്ടിൽ റിസൾട്ട് കിട്ടുക, പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് സംസാരിക്കുക, ഈ ഒരു ആനന്ദം നമുക്ക് സിനിമയിൽ കിട്ടില്ല. സിനിമ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞ് തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞില്ലേ, ഇത് സ്പോട്ടിൽ റിസൾട്ട് അറിയുക. പിന്നെ അത് മാത്രമല്ല നമ്മൾ ചെയ്യണതിൽ എന്തെങ്കിലും പോരായ്മയുണ്ട്, ഇച്ചിരി വലിയുണ്ടെന്ന് തോന്നിക്കുക നമുക്ക് അത് ഡ്രിം ചെയ്യുക, ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഡ്രിം ചെയ്തെല്ലാം ചെയ്യുക. സ്റ്റേജാണ് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസിൻ്റെ അകത്ത് തന്നെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും, അതിനൊപ്പം തന്നെ ചിലപ്പം തല്ല് കിട്ടിയിട്ട്, അതല്ല ഉദ്ദേശിച്ചത്, കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ടോ? പിന്നെ തല്ല കിട്ടിയിട്ടുണ്ട്, തല്ല കിട്ടിയിട്ടുണ്ട്, വടിയെടുത്ത് തല്ലിയിട്ടുണ്ട്. ആദ്യം സ്റ്റേജ് കളിക്കുമ്പോൾ എനിക്ക് വടിയെടുത്ത് എല്ലാവരും അടി കിട്ടിയത്. കാരണം അന്ന് ഞങ്ങൾ ചെറിയ പിള്ളേരാണ്, 10th ഒക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് മിമിക്രി അമ്പലത്തിൽ, നമ്മുടെ അടുത്ത അമ്പലത്തിൽ തന്നെ അവസരം തന്നു മിമിക്സ് പരേഡ്, ഞങ്ങൾ ഉദയംപേര് തന്നെ അങ്ങനെ കളിച്ച്. ഈ വലിയ ചേട്ടന്മാരൊക്കെ ഇന്റർമീനിങ് ഉള്ള സാധനം പറയൂലേ, അതൊക്കെ ഞങ്ങൾ പറയും. ഈ 10ാം ക്ലാസ്സിൽ ചെറിയ പിള്ളേരാ, അത് പറഞ്ഞതിന് കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ ഷെയ്ക്കാൻ്റെ വടിക്കടിച്ച് ഓടിച്ച്. അതിനുശേഷം നമ്മൾ പരിപാടി ചെറിയ ട്രൂപ്പുകളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പരിപാടി പൊളിയും ഉറപ്പായിട്ട് അവരടിക്കും. പിന്നെ അവർ ഇത്ര പേരെ പിരിവെടുത്ത് നടത്തുന്ന പരിപാടിയാണ്. എനിക്കിട്ട് അടി അങ്ങനെ കിട്ടിയിട്ടില്ല, പക്ഷെ പൂട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ തുറന്ന് വിടും. അവര് സെക്രട്ടറിക്കിട്ട് അടി കിട്ടുന്നത്, സെക്രട്ടറി ആരാണോ അവന് ഉറപ്പാടി. അല്ല, അത് അവരെ കുറ്റം വിടാറില്ല, കുറേ പിരിവെടുത്തിട്ടുള്ളൊരു പരിപാടിയൊക്കെ നടന്നത്. അതിങ്ങനെ എന്നിട്ട് നമ്മൾ കോളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും? വിദേശ പ്രോഗ്രാംസൊക്കെ പോകുമ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക്, ഞാൻ പോണത് മനോജ് ഗിന്നസിൻ്റെ കൂടെ, അതുപോലെ തന്നെ കൊച്ചിൻ ഗിന്നസിൽ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിദേശത്ത് ആദ്യം പോണത്. ആ സമയത്തൊക്കെ നമുക്ക് ഈ അവരെ കൂട്ടുകാരൊക്കെ വന്ന് കുറേ ആൾക്കാർ വരുന്നു. മനോജ് ഗിന്നസൊക്കെ അന്ന് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയത്തല്ലേ, മനോജനൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു, പർച്ചേസിങ്ങിന് കൊണ്ടുപോയത്. നമ്മളൊരു മുറിയിൽ ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കുള്ളൂ. ഇപ്പം നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് റൂം കാര്യങ്ങൾ, നമ്മൾ സെപ്പറേറ്റ് കാര്യങ്ങൾ നോക്കാൻ, അത് ഓരോരുത്തരുടെ വാല്യൂ അനുസരിച്ചിട്ട് അത് കിട്ടും. ഏതെങ്കിലും മനസ്സിൽ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ അങ്ങനെ ഇതുണ്ടോ സ്റ്റേജ് പ്രോഗ്രാംസ്? അത് അമേരിക്കൻ ഷോയ്ക്ക് പോയപ്പോഴത്തേക്ക് ഇതേപോലെ ബാഗ് വെച്ച് മറന്നുപോയി. എല്ലാ സ്കിറ്റുകളിലും കോസ്റ്റ്യൂമാണ്, മിസ്സായി സാധനം എയർപോർട്ടിൽ നിന്ന്. അപ്പം ഇങ്ങനെ റൂമിൽ പോയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തിരിക്കുക, എന്ത് ചെയ്യും, ആരുടെ അങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ സ്പോൺസർ വരിക. സ്പോൺസർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ടെൻഷൻ അടിക്കുക. പുള്ളി വന്നവർ എന്തെല്ലാം ടെൻഷനാണോ, എന്ത് കാര്യത്തിന് ടെൻഷൻ തന്നെ. ആ പുള്ളിയൊന്നും ചെറിയ നമ്മുടെ കോസ്റ്റ്യൂമിൽ ബാഗ് മിസ്സായിരുന്നുണ്ട്. എൻ്റെ ദൈവമേ ചതിച്ചാന്ന് ചോദിച്ചു.
അപ്പം എല്ലാവരും ഞാൻ അല്ല നമുക്കത് എൻ്റെ 2 NSC അതിൻ്റെ ഉള്ളിലാണ് പുള്ളി അതാ പറഞ്ഞത്. അങ്ങനെ ചില തള എന്നെ ഈ എയർപോർട്ടിൽ പിടിച്ചെടുത്തു എന്നെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചെടുത്തു എല്ലാ എയർപോർട്ടിലും. എനിക്ക് ഒന്നാമതേ നമ്മൾ ഈ ലാംഗ്വേജിൽ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു പരിങ്ങൽ എനിക്കുണ്ടാവും. അത് അവർ കറക്റ്റ് പിടിക്കുകയും ചെയ്യും. പല സ്ഥലത്തും പിടിച്ച് 2-3 മണിക്കൂറൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കമ്മിറ്റിക്കാർ വിളിച്ചു അങ്ങനെ ഇങ്ങനെ കാര്യത്തിന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള എയർപോർട്ട് അനുഭവം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഒരുപാട് പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ഓൾമോസ്റ്റ് എപ്പോൾ പോലും പിടിക്കുമായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് എന്തോ പിടിക്കണില്ല. ഇനിയിപ്പോൾ അവർക്ക് തന്നെ പിടിക്കാണ്ടായിട്ടാണെന്ന് അറിയില്ല, സംഭവം പിടിക്കുന്നില്ല. അതുപോലെ പാഷാണം ഷാജി എന്ന പേര്, അതുപോലെ സാജു നവോദയ 2 പേരുകളിലാണ് അറിയപ്പെടുന്നത്. പാഷാണം ഷാജി എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിന്റെ പേരാണ്. അപ്പോൾ ആ ക്യാരക്ടറിൽ അങ്ങനെ ഏത് പേരിൽ അറിയപ്പെടുന്നതായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഈ പാഷാണം ഷാജി എന്നുള്ള പേര്. കാരണം അത് വന്നപ്പോഴും ജീവിതം രക്ഷപ്പെട്ടത്. അതില്ലായിരുന്നെങ്കിൽ വീണ്ടും സാജു നവോദയായിട്ട് വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനല്ലാതെ കഴിഞ്ഞ് വേറെ ഗുണം ഉണ്ടാവില്ലായിരുന്നു. ഈ പേര് വന്നപ്പോഴേ പാഷാണം ഷാജി എന്നും വിളിയില്ലേ ഇപ്പൊ? പാഷാണം മാത്രമേ ഉള്ളൂ, പാഷാണം മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ഉദ്ഘാടനത്തിന് പൂത്തോട്ടിൽ എൻ്റെ വീടിനോട്. അപ്പോൾ അവർ പച്ചക്കറി എന്ന് പറഞ്ഞ കുട്ടികൾ ഹരിത അങ്ങനെ അത് കുട്ടികൾ സ്കൂള് അങ്ങനെ അവർക്കൊരു അംഗീകാരം ലഭിച്ച് അവർ പച്ചക്കറി കൃഷി ഇങ്ങനെയുണ്ട്, കുട്ടികൾ തന്നെ നടത്തണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാം കണ്ട് തിരിച്ചു വന്ന് കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിത് വിഷാംശമില്ലാത്ത പച്ചക്കറിയല്ലേ ഇവിടെ കഴിക്കണം? അതേന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് മുതൽ അതിൽ വിഷമുണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഞാൻ അതിൻ്റെ അകത്ത് കയറിയേക്കണ അറിഞ്ഞ ആ ഒരു ചീത്തപ്പേര് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ചില ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ട് വലിയ വലിയ നേട്ടങ്ങളും ഈ പേരുണ്ട്. ആ ക്യാരക്ടർ വരാണ്ടാകുന്ന ഞങ്ങൾ കോമഡി ഫെസ്റ്റിവലിൽ നിന്ന് പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേനും ഞങ്ങൾ ഉച്ചക്ക് മത്സരം കളിക്കണം. ഉച്ചക്ക് മത്സരം കളിക്കണമെങ്കിൽ ഞങ്ങൾ വേറെ സ്കിറ്റ് സെറ്റാക്കി വെച്ചേക്കുക. എല്ലാ റിഹേഴ്സലൊക്കെ ഞങ്ങൾ കളിക്കാം. ആ സമയത്താണ് രാവിലെ ഇതേ സ്കിറ്റ് വേറെ ടീം അവിടെ കളിച്ച് സെയിം പാറ്റേൺ ഉള്ള സ്കിറ്റ്. അത് തലേദിവസം ഞങ്ങൾ അവർ കളിക്കണം എന്നൊക്കെ അവർ അറിഞ്ഞതാണ്. എന്നിട്ട് ഇത് തന്നെ അവർ റിഹേഴ്സലിട്ട് അത് തന്നെ പോയി കളിച്ച്. അത് ഏണ്ടോ 60 മാർക്ക് 50 മാർക്കായിട്ട് കിട്ടിയുള്ളതിന്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഉച്ചക്ക് കളിക്കണമല്ലോ, അതിൽ മാറ്റമില്ല, അവിടെ ഷൂട്ടിന് മാറ്റമില്ല പറഞ്ഞ്. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പയ്യനുണ്ട്, അവൻ ഇങ്ങനെ ആൾക്കാർ വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവന് തോന്നണത്തോട്ട് കാണിച്ചു കൊടുക്കും. ഇങ്ങനത്തെ ഒരു അത് വെച്ചിട്ട് പിടിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് കയറി ചെയ്ത സ്കിറ്റാണ് പാഷാണം ഷാജി. ഒരു റിഹേഴ്സലോ കാര്യങ്ങളോ ഒന്നുമില്ല. നീ ഇങ്ങനെ പറഞ്ഞത് ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചക്ക് കളിക്കണമെങ്കിൽ 11:30 ആകുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടി ലിസ്റ്റ് കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഇതൊക്കെ വെച്ചിട്ട് ചെയ്താണ് പാഷാണം ഷാജി. അത് ഒരു നിമിത്തമാണ്. ആ സ്കിറ്റ് അവർ കളിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ ഈ രാജേഷ് പറവൂർ ആവട്ടെ, കൊല്ലം സുധി ആവട്ടെ, ആ ഒരു സൗഹൃദം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഞങ്ങൾ ഈ പറഞ്ഞില്ലേ 15 വർഷവും ഞങ്ങൾ ഇതുപോലെ അത്രയും സ്നേഹത്തോടെ ഫാമിലി ബന്ധമാണ് ഞങ്ങളുടെ. ഇപ്പം ഞാനും രാജേഷും അല്ലെ സുധിയായിട്ടുള്ള ആ ഒരു ബന്ധം ഞങ്ങളത് അങ്ങനെ നിൽക്കും. പിന്നെ ഒരു ഫാമിലി പരമായിട്ടൊരു ബന്ധമുണ്ട്. അത് ഒത്തിരി ഞങ്ങൾ ആ കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും സിനിമയിലേക്ക് പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തിരക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കൊല്ലം സുധി നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു അപകടമായിരുന്നു. പുള്ളിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? സുധി ഈ അവൻ്റെ സ്വന്തമായിട്ടേ ഒരു എനിക്കിങ്ങനെ വേണം, ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണം, കുറേ കാശുണ്ടാക്കണം, വീട് വെക്കണം, അങ്ങനെയുള്ള ഒരു ചിന്തയില്ലാത്ത ആളാണ്. അങ്ങനെ അവനതിന് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഒരു നല്ല ഡ്രസ്സ് എടുക്കണം, വില കൂടിയ ഡ്രസ്സ്, നല്ല ഡ്രസ്സ് നല്ല വില കൂടിയ ഡ്രസ്സ് എടുക്കണം, വില കൂടിയ ഷൂ ഇടണം. അതെല്ലാം അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യണത്. വീട്ടുകാർ മോൻ എന്ന് പറഞ്ഞാൽ അവന് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ചെയ്യണൊരു മനുഷ്യനാണ്. അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ ഒരാളെ കുറ്റം പറയില്ല. ഞാനിപ്പോൾ ഇത്രയും വർഷം എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഇപ്പം നമ്മൾ 3 പേരുണ്ട്, നമ്മൾ ഉണ്ടായിരിക്കുമ്പോൾ വെറുതെ ആണെങ്കിൽ തമാശക്ക് പോലും കുറ്റം പറയില്ലേ, അതുപോലും പറയാത്ത അത്ര ക്വാളിറ്റി ഉള്ളവനാണ്. പക്ഷെ നമ്മൾ പറയും, പല കൂട്ടുകാരെയും പറ്റും പറയാം, അവൻ എന്ത് തമാശക്കാണെങ്കിലും ഒരു കുറ്റം പറയും, അത് പറയില്ല. ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം അങ്ങ് അറ്റം വരെ കൊണ്ട് എത്തിക്കാനായിട്ട് അവൻ ശ്രമിക്കും. കാരണം ഞങ്ങളൊരു ബോക്സിങ്ങിൻ്റെ ഒരു സ്കിറ്റ് കളിച്ച്, ഈ സ്കിറ്റ് കളിച്ചിട്ട് അത് റിഹേഴ്സൽ ചെയ്യാൻ പറ്റില്ലല്ലോ, കറക്റ്റ് ടൈമിങ് റിഹേഴ്സൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ സുധി റിങ്ങിൽ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണെന്നുകൊണ്ട് കളി കഴിഞ്ഞിട്ട് ഷൂട്ട് തീർന്നപ്പോഴത്തേക്ക് പുറകെ പോയി ഒമിറ്റ് ചെയ്യുക. അത്രയും ഒറ്റ ടേക്കിലല്ല ഇത് പോണത്, മറ്റത് കട്ട് ചെയ്ത് കിടക്കണല്ല. ഇത്രയും സമയം റിങ്ങി കിടന്ന് ഇടികൊള്ളുക, വീഴുക, ഓടുക, ആടുക, എല്ലാം ഒമിറ്റ് ചെയ്യുന്നു. വന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ കുറേ ആർട്ടിസ്റ്റുകൾ വിളിച്ചു പിറ്റേ ദിവസം സുധിയുടെ സ്കിറ്റ് കണ്ടിട്ട്. ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു. അത് ഒരു ക്യാരക്ടർ, ഏത് ക്യാരക്ടർ കൊടുത്താലും സുധി ഗംഭീരമായിട്ട് ചെയ്യും. പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിനെ വിളിക്കും, മക്കളെ എന്ന് വിളിക്കുള്ളൂ. അതുപോലെ ഞാനില്ല, എൻ്റെ തറവാട് സുധിയുടെ വീട്ടിലേക്ക് പോകണ വഴിയാണ്. അപ്പം ആ എൻ്റെ തറവാട്ടിൽ ഞാനില്ലെങ്കിലും അവിടെ എൻ്റെ തറവാട്ടിൽ കയറും, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കയറും, എല്ലാവരും ഫാമിലിയായിട്ട്. അങ്ങനെ ഈ ബന്ധം കാത്തു സൂക്ഷിക്കണവനാണ്. ഒരാളും വെറുക്കില്ല. പിന്നെ ഒരുപാട്, കാരണം നമുക്ക് ഈ പുറമെ സുധീനെ കൂട് ഇങ്ങനെ സ്നേഹമുണ്ടെന്ന്
എല്ലാവർക്കും അറിയാം നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാം. ഇതിപ്പോൾ പെട്ടെന്ന് അവൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ തന്നെ തൊടുപുഴ ഷൂട്ടിന് നിൽക്കുമ്പോൾ ഷാജോൻ ചേട്ടനെ രാവിലെ എന്നെ വിളിച്ച് പറയണത്. അപ്പോൾ ഈ നമുക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തൊരു മരണമുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യം കുറച്ച് കോമഡി റോളുകൾ ചെയ്തു, അതിനുശേഷം നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ, കരിങ്കണ്ണൻ പോലെ. എൻ്റെ സിനിമയുടെയൊക്കെ പേരങ്ങനെയെന്ന് ഈ പറഞ്ഞ വെള്ളിമൂങ്ങ, പാഷാണം ഷാജി, കരിങ്കണ്ണൻ, പോത്തുംതല, പിന്നെ കിഡ്നി ബിരിയാണി, പിന്നെ എല്ലാം പറയും മാൻവേട്ട, എല്ലാം ഇങ്ങനത്തെ പേരുകൾ പറയും. നെഗറ്റീവ് സൈഡുള്ളൊരു പേരാണ് എനിക്കെല്ലാം വന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു എനിക്കറിയാൻ പാടില്ല. എങ്ങനെ വന്നാലും അങ്ങനത്തെ കഥാപാത്രങ്ങൾ, അങ്ങനത്തെ പേരും സിനിമയുടെ പേരും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ ഇതെന്താണെന്നറിയാമോ, ഇത് നമ്മളെപ്പോഴും നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടുതൽ. നമ്മളെപ്പോഴും ഞാൻ പോസിറ്റീവായിരിക്കണം, ഇപ്പോൾ താങ്കൾ പോസിറ്റീവായിട്ടിരിക്കണം, അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മളുടെ കാഴ്ചകളെല്ലാം നെഗറ്റീവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു നാട്ടിലൊരു കല്യാണം കഴിഞ്ഞ്, ഒരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞ് യാത്ര പറഞ്ഞു വിടുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. പക്ഷെ അത് ആ കല്യാണം വിളിച്ചവരും കല്യാണപ്പെണ്ണിൻ്റെ വീട്ടുകാരും അറിയുള്ളൂ. പക്ഷെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി തന്നെ ഉണ്ടല്ലോ. സകല ആൾക്കാർ പറയും. ഞാൻ കേട്ട് 10 രൂപ ഞാൻ അപ്പം തന്നെ പറയും. ഒരു വണ്ടി ഇടിച്ച ഒരാൾ കിടക്കണം, നേരെ ഓടിച്ചെന്ന് കയറിച്ചെന്ന് നോക്കുമ്പോൾ ആളെ മാറ്റി നോക്കിയിട്ട് എന്ത് പറ്റിയിട്ടാന്ന് പറയുമ്പോൾ പുള്ളി എണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എന്നിട്ടും പോവും. പുള്ളി ഇച്ചിരി സീരിയസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അരമണിക്കൂർ നിന്നിട്ടേ പോവുള്ളൂ. ഇതാണ് ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പാഷാണം ഷാജിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത്. കരിങ്കണ്ണൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആദ്യമായിട്ട് നായകനായിട്ട് ചെയ്യുന്നത്. അത് എൻ്റെ സ്വഭാവം പോലെ തന്നെ കഥാപാത്രവും. അപ്പം അതുകൊണ്ട് ഞാൻ ഓക്കെ സമ്മതിച്ചത്. അതിൽ വലിയ ഹീറോയിസോ അങ്ങനെയൊന്നുമില്ല. ഇതുപോലെ എന്ത് പറഞ്ഞാലും ഫലിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ഫാമിലി, അവരൊരു മിത്താണത്. ആ കുടുംബത്തിൽ ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേരാ നാട്ടുകാർ ചാർത്തി കൊടുക്കുന്നത്. അങ്ങനെ നല്ലൊരു സബ്ജക്റ്റായിരുന്നു അത്. അപ്പം അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞ. പോത്തുംതലയിലേക്ക് എത്തുമ്പോൾ പോത്തുംതല ഇതുപോലെ എനിക്ക് ഇടിയും വെട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തമാശ പറയുകയാണെങ്കിൽ ഞാൻ കാണുന്ന സിനിമകളൊക്കെ സോംബി പടം, അതുപോലെ തന്നെ കൊറിയൻ പടം, ചൈനീസ് പടം, പിന്നെ ഈ വെട്ടും കുത്തുള്ള തമിഴ് തെലുങ്ക് പടം എല്ലാം ഞാൻ കാണും. അങ്ങനെ ഒരു ദിവസം സോംബി പടം കണ്ടിട്ട് കിടന്ന് പറയും കഴിഞ്ഞപ്പോൾ സോഹൻലാലില്ലേ ഡയറക്ടർ, സോഹൻ സീനുലാൽ, സോഹന് ഞാനും കൂടി കാട്ടിക്കൂടി പോവുക. സ്വപ്നത്തിലാ മൊത്തം കാട്ടിക്കൂടി പോവാ. സോഹന് ഞാനും ഉണ്ട്, സോഹന് ഞാനും കൂടി പോവുക. അപ്പോൾ കാടിനകത്ത് സോംബി പടം കണ്ടു കിടക്കല്ലേ, ഒരു വർക്ക്ഷോപ്പ് പോലെ പൊളിഞ്ഞ വണ്ടികളൊക്കെ കിടക്കണം, അതിൻ്റെ ഒരു പലകടിച്ച വീട്, സോംബിയുടെ വീട്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സോംബികൾ വന്ന് ഞാൻ സോഹനും കൂടി എല്ലാവരും അടിക്കുക. അടിച്ചിട്ട് അവസാനം എല്ലാവരും ഞാൻ അടിച്ചിട്ടും സോഹനെ കാണാനില്ല. നോക്കുമ്പോൾ അകത്ത് കരച്ചു കിടക്കണേ വീടിനകത്ത്. ഞാൻ ഓടി വന്നപ്പോൾ എന്നെക്കാളും 2 അടി കയറ്റുള്ള ഒരു സോംബി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചവിട്ടിയിട്ട് ഞാൻ തന്നെ തെറിച്ചു പോകും. ഞാൻ അവിടെ നിന്ന് ഒരു ഇരുമ്പിൻ്റെ വടിയെടുത്തിട്ട് ഒറ്റ അടിയാൻ കൊടുത്തപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ കരച്ചിൽ. വൈഫ് പുറത്ത് ഒറ്റ ഇടി കൊടുത്തു വൈഫിനിട്ട്, വെറും തലക്കെട്ട് ഇട്ടിച്ചിട്ട് ഞാൻ അയ്യോ സോറി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മരവിച്ചു പോയതാ. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമല്ലേ, ഇത് ടോട്ടലി തിരിഞ്ഞിങ്ങനെ. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് വഴക്കിട്ട് വൈഫിനിട്ട് ഓട്ടോറിക്ഷക്കാരൻ തല്ലി. ഞാൻ ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരെണ്ണം കൊടുത്തു. അപ്പോഴും വൈഫ് കരഞ്ഞ്. ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ അടി, സ്വപ്നത്തിലെ അടി, എൻ്റെ അടി, സീരിയസ് അടി മുമ്പിലത്തെ തന്നെ ഉണ്ട്. ഇപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് കിടക്കുള്ളൂ എന്ന് പറഞ്ഞേക്കണം. അതുകൊണ്ട് ഞാൻ തമാശ പടങ്ങൾ ഞാൻ കാണൂല. ഞാൻ കാണുന്ന മുഴുവനും ഇങ്ങനത്തെ പടങ്ങളെ കാണുന്നത്. എൻ്റെ റൂട്ട് അങ്ങനത്തെ ഒരു റൂട്ടാണ്. ഞാൻ ഈ തമാശ പടങ്ങൾ ഇതാണ്, സോംബി പടങ്ങളൊക്കെയാണ് മെയിനായിട്ട്. അതെ, അല്ല ഞാൻ അമേച്ചർ നാടകം ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ സ്കൂളുകൾക്ക് നാടകം ഡയറക്റ്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. അതൊക്കെ എൻ്റെ സ്കിറ്റ് കളിക്കാനേ വന്ന്. മിമിക്രി കാണിക്കാത്തൊരു മിമിക്രി കലാകാരനാണ് ഞാൻ, ഇതുവരെ ശബ്ദാനുകരിക്കാത്ത. അപ്പം അങ്ങനെ സ്കിറ്റ് കളിച്ചിട്ടാണ് ഞാൻ ഈ ഇതിലേക്ക് ഇങ്ങനെ വന്നത്. ഇപ്പം ഇങ്ങനെ സിനിമയിലൊക്കെ വന്നതൊക്കെ സ്കിറ്റ് കളിച്ചിട്ടാണ്. ഞാൻ നാടകം തന്നെയാണ് എൻ്റെ ഇഷ്ടം. അതുപോലെ സിനിമകളിൽ അവസരങ്ങൾ ചോദിക്കാറില്ലേ സംവിധായകരോട്? അതെൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അത് വൈഫ് എപ്പോഴും പറയും. ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്കും അറിയില്ല. എനിക്കെന്തോ ഒരു ജാള്യതയോ എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തോ ഓർക്കും ഞാൻ വിളിച്ച് ശല്യമാവുമോ. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പടം തുടങ്ങും പിന്നെയും വിളിച്ചാലാന്നൊക്കെ ഓർത്ത് ശല്യമാവുന്ന എന്തൊക്കെയോ ഒരു ഇത്. അതെൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കുറവാണ്. നമ്മൾ ചെല്ലണം അങ്ങോട്ട്. ഒരിക്കലും അവർ ഒരു തിരക്ക് പിടിച്ചൊരു ഡയറക്ടർ ഒരു പടം പ്രോജക്റ്റ് ഓണാക്കുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ചിരിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നിരക്ക് വിളിക്കണതല്ല, പക്ഷെ ഞാൻ വിളിക്കൂല. പിന്നെ പല ആൾക്കാരെ എനിക്കറിയില്ല. ഈ പുതുതായിട്ട് വന്ന ഡയറക്ടർമാർ അങ്ങനെയുള്ള പഴയതിൽ തന്നെ അറിയാൻ മേലാത്തവരൊക്കെ ഉണ്ട്. നേരിട്ട് കണ്ട പേര് പറയുമ്പോൾ എല്ലാവരും അറിയാം. നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അതും വലിയ പ്രശ്നമാണ്. നമ്മൾ കണ്ടിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ മാറ്റണം. പക്ഷേ ഞാൻ ഈ ഒന്നാമത് നമ്മൾ ബുക്കുകൾ വായിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, എന്തെങ്കിലും ശ്രദ്ധിക്കണ പരിപാടി കുറവായിരിക്കും ഒരു ചാനലിലാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ എന്നോട് എൻ്റെ വൈഫ് പറയും, ആരെങ്കിലും വോയിസ് നോട്ട് അയച്ചാൽ തുടക്കം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റർ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ മറുപടി എഴുതാം. അത് മൊത്തം കേൾക്കാൻ നിൽക്കില്ല. പക്ഷേ കേൾവിക്കാരനല്ല, അതൊരു പ്രശ്നമാണ്. അതെൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ തെറ്റാണ്. ഈ ആൾക്കാരെ മനസ്സിലാക്കി വെക്കാത്തതും
ഈ പറഞ്ഞ പോലെ തന്നെ വിളിച്ച് അവസരം ചോദിക്കാത്തതൊക്കെ. അപ്പോൾ ഈ മലയാളത്തിൽ മമ്മൂട്ടിയുടെ കൂടെ കുറേ പടങ്ങൾ അഭിനയിച്ചു. അതെ അതെ. അപ്പം ഈ ഇപ്പം തോപ്പിൽ ജോപ്പൻ, അതുപോലെ ഭാസ്കർ ദി റാസ്കൽ, മാസ്റ്റർ പീസ്, ഈ പടങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് എത്തുന്നത്? അത് അച്ചാദിൽ എന്ന പടത്തിലാണ് ആദ്യം ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത്. അത് അവരെന്നെ നേരിട്ട് വിളിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഭാസ്കർ ദി റാസ്കൽ സിദ്ദിഖ് സാറിൻ്റെ പടം വരുന്നു. അത് കഴിഞ്ഞ് അജയ് വാസുദേവിൻ്റെ പടം മാസ്റ്റർ പീസ്, പിന്നെ തോപ്പിൽ ജോപ്പൻ, ജോണി ആൻ്റണി സാർ എല്ലാം അവർ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചാനലിൽ ഞാൻ വന്ന ടൈമല്ലേ, അപ്പം അങ്ങനെ വിളിച്ചതാണ്. അപ്പം അത് വിളിച്ചാലും നമ്മൾ ഇത്രയും വലിയ പടത്തിലേക്കെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലും എൻ്റെ ഫാമിലിക്ക് ഉണ്ടാവുന്ന സന്തോഷം, അത് ആ സന്തോഷമൊക്കെ ആയിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ. പിന്നെ വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം എൻ്റെ അച്ഛൻ അമ്മയും എനിക്ക് ഓർമ്മ വെച്ചിട്ട് എറണാകുളം തിയേറ്ററിൽ പോയി സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓർമ്മ വെച്ചിട്ടെന്നല്ല, അവർ പോയിട്ടില്ല, എറണാകുളത്ത് തിയേറ്ററിൽ പോയിട്ടില്ല. ആ അച്ഛനും അമ്മയും ആദ്യമായിട്ട് പോയി എറണാകുളത്ത് തിയേറ്ററിൽ കാണുന്ന വെള്ളിമുങ്ങയെ. അപ്പം അത് സിനിമയിൽ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഞാൻ പേയ്മെൻറ്റ് കിട്ടിയതോ അല്ലെങ്കിൽ ഇത് വണ്ടി മേടിച്ചോ ഒന്നുമല്ല, ഇതായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് എൻ്റെ അച്ഛൻ മങ്കിക്കാപ്പൊക്കെ ആയിട്ട് പോയിരുന്നു AC ആയതുകൊണ്ട് ആ സിനിമ സരിതയിൽ. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡ് കിട്ടിയതിന് തുല്യോ ഇത്. അതാണ് സിനിമയിൽ വന്നുകൊണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം മമ്മൂട്ടിയുടെ കൂടെയുള്ള ഒരു അഭിനയം നമ്മളൊക്കെ കണ്ട് വളർന്നതും ഒരുപക്ഷെ പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ടായിരിക്കും. അപ്പൊ പുള്ളിയുടെ ആയിട്ടുള്ള ഒരു കോംബോ എങ്ങനെയായിരുന്നു? ഭയങ്കര രസമാണ്. സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ്. അതിങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞാൻ സിദ്ദിഖ് സാറിന്റെ ഭാസ്കർ ദി റാസ്കൽ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഓരോ ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സിദ്ദിഖ് സാർ എന്നെ സിനിമയിലേക്ക് വിളിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. 2 ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ്, എന്നെ ആര് വിളിച്ചെന്ന് നീ പറഞ്ഞത്? നമുക്ക് പറഞ്ഞു. സിദ്ദിഖൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചതെന്ന് പറഞ്ഞു. അയ്യോ സോറി അല്ല, എല്ലാവരും പ്രൊമോട്ട് ചെയ്യും, എല്ലാ ആർട്ടിസ്റ്റുകളും അറിയാം, എല്ലാ മ്യൂസിക് ആർട്ടിസ്റ്റുകളെയും കറക്റ്റായിട്ട് അറിയാം, ഹ്യൂമർ ചെയ്യുന്ന ആർട്ടുകാരെ എല്ലാവരും അറിയാം, പേര് വരെ അറിയാം. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും നമുക്ക് വലിയ അതൊക്കെ ഞങ്ങളപ്പോൾ ഞാൻ ഈ സമയത്തുള്ള ഞങ്ങളെല്ലാവരും മ്യൂസിക്കാരുടെ ഭാഗ്യമാണ് നമുക്ക് എന്നുള്ള. അല്ല, ഞങ്ങളുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ പേര് വന്നിട്ട് ഇപ്പോൾ അസീസ് വന്നേക്കണം എല്ലാവരും. അത് മമ്മൂക്കയുടെ ഒരു ലിസ്റ്റിലുള്ള ആൾക്കാരെല്ലാവരും മമ്മൂക്ക ഇഷ്ടപ്പെടും, വിളിക്കും. അത് ഉറപ്പായിട്ടും നമ്മൾ വിളിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കും. ഇപ്പോൾ ഭാസ്കർ ദി റാസ്കൽ, അതുപോലെ തോപ്പിൽ ജോപ്പൻ, അതിനൊക്കെ പുള്ളിയുടെ കൂടെ നിറഞ്ഞു നിൽക്കുന്ന റോളുകളായിരുന്നു. അതെ അതെ. അപ്പം അതിനു മുമ്പ് ഞാൻ അച്ചാദൻ എന്നൊരു പടം ചെയ്തായിരുന്നു. ചെറിയൊരു ഒറ്റ സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാസ്കർ ദി റാസ്കലിൻ്റെ ഷൂട്ട് നടക്കുമ്പോഴത്തേനും ഫസ്റ്റ് മമ്മൂക്ക വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ സിദ്ദിഖ് സാർ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഞാനും കൊല്ലം സുധിയും കൂടി മാറി ഇങ്ങനെ നിൽക്കി. സിദ്ദിഖ് സാർ പറഞ്ഞു, ഇത് കൊല്ലം സുധി, ഇത് സജു നവോദയ എന്നാണ്. ഇപ്പോൾ മമ്മൂക്ക പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹം മറന്നുപോയതാന്ന്. എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഒറ്റ സീനെ അഭിനയിച്ചു. അപ്പം നമ്മളറിയില്ല ഇത് ഓർക്കുമോ, അതെ സിനിമ മാത്രമല്ല അല്ലാതെ അവൻ എൻ്റെ പുള്ളിയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പുള്ളി മറന്നുപോയായിരിക്കും. അത് കാരണം അത്ര സിനിമ ലൊക്കേഷനാണെങ്കിൽ വിളിച്ച് എല്ലാവരും വിളിച്ച് അടുത്തിരുത്തി വർത്താനം പറയുക, തമാശ പറയുക, അക്കാര്യമൊക്കെ. നമ്മളിപ്പോൾ പറഞ്ഞ ഭാസ്കർ ദി റാസ്കൽ ഡയറക്ടർ സിദ്ദീഖ്, പുള്ളിയും ഇതുപോലെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ആളാണ്. പുള്ളിയുടെ കൂടെയുള്ള ഒരു ഓർമ്മകൾ എങ്ങനെയായിരുന്നു? അല്ല, സിദ്ദീഖ് സാറ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആളുടെ മെയിൻ കാരണം സുധിയാണ്, രാജേഷ് ബാബുരാണെങ്കിലും ഞാനാണെങ്കിലും ആ ഫ്ലോറിൽ നിന്ന് പോയേക്കണ എല്ലാവരും സിദ്ദീഖ് സാറിൻ്റെ അനുഗ്രഹം കൊണ്ട് സിദ്ദീഖ് സാറിൻ്റെ സപ്പോർട്ടും കൂടി തന്നെ പോയേക്കണ ആൾക്കാരെ സിനിമയിലേക്ക്. കാരണം എന്നോട് ഒരു ദിവസം ഞാനൊരു ഇഷ്യൂ ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് സാറ് പറഞ്ഞു, രാജു പൈസയുടെ പുറകെ നമ്മൾ പോരുത്, നമ്മളെ തേടി പൈസ വരും, നമ്മളുടെ പൈസേനെ നമ്മൾ തേടി വരും, അപ്പോഴാണ് നമ്മളെ സ്വീകരിക്കാമുള്ളൂ, അതിൻ്റെ പുറകെ പോകരുത്. പിന്നെ ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ എന്നോട് പറഞ്ഞ്, അന്നേരം ആ പീക്ക് ടൈമിൽ എല്ലാ പടങ്ങളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രോഗ്രാമിന് വേണ്ടി പോകും, ടൂരായിട്ടൊക്കെ പ്രോഗ്രാമിന് വേണ്ടി പോകുമ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് 5 മണിയാകുമ്പോൾ പോകും. സാർ എന്നോട് എപ്പോഴും പറഞ്ഞ്, ഒരാൾ പുറകിലുണ്ടെന്നുള്ള കാര്യം ഓർത്തിട്ട് വേണം ഈ സിനിമയിൽ നിന്ന് ഇങ്ങനെ സ്കിപ്പായിട്ട് പരിപാടിയായിട്ടാണ്, പരിപാടി കുറക്ക് സിനിമ കൂട്ടാൻ പറ്റും. അപ്പോഴും ഞാനെന്ത് ചെയ്ത് എൻ്റെ കൂടെ സുധീരും രാജേഷ് ബാബുരും അങ്ങനെ 5-6 പേര് വേറെ ഇപ്പം ഉണ്ട്. ഞാനില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കമ്മിറ്റിക്കാരെ പരിപാടി വേണ്ടാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കേൾക്കുകയും ചെയ്യും, ഞാൻ ഓടുകയും ചെയ്യും. അന്നേ സാറ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും നമുക്കൊരു സ്ഥലം കിട്ടിയാൽ അവിടെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, അടുത്ത ചവിട്ടുപടി കയറി പോകാൻ നോക്കാൻ പോയി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ സബ്ജക്റ്റ് കൊണ്ട് സാറിനെ വായിച്ച് കേൾപ്പിച്ച് സാർ അത് ഫുള്ളിരുന്ന് കേട്ടിട്ട് നല്ല സജഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം കൊണ്ടും സപ്പോർട്ടീവായിരുന്നു സാർ. ഞാൻ ഇതുവരെ സാർ ദേഷ്യപ്പെട്ട് നിൽക്കണം. ഞങ്ങൾ അത്ര നാളെ കോമഡി ഫെസ്റ്റിവലൊക്കെ ഉണ്ടായാലും എന്തെങ്കിലും മോശമായിട്ട് നമ്മൾ സ്കിറ്റ് കളിച്ചാൽ പോലും അതും ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ നല്ല രീതിയിൽ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു കൊച്ചിയിലുള്ള മിമിക്രിക്കാരുടെ ഒരു തലതൊട്ടപ്പൻ. അതെ എല്ലാവരുടെയും മിമിക്രിക്കാരുടെ എല്ലാവരും തലതൊട്ടപ്പെടുന്നല്ല, അത് ഭയങ്കര ഞങ്ങൾക്ക് മിമിക്രിക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാം സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ള സാറിൻ്റെ ആ പെട്ടെന്നുള്ള വിയോഗം നമുക്ക് ഭയങ്കര, കാരണം നമ്മൾ ചിന്തിക്കാനല്ല ഇത്തരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് അസുഖബാധിതനാണ്, പക്ഷേ നേരത്തെ അസുഖം ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ ഒരു ടൈം വരെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ അസോസിയേഷൻ്റെ കാര്യത്തിനൊക്കെ സാറ് ഭയങ്കര അസോസിയേഷൻ്റെ. അതുപോലെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഡാൻസ് മാസ്റ്റർ ആയിരുന്നു.
ഭയങ്കര ഡാൻസറായിരുന്നു. നമ്മുടെ നാട്ടിലായിരുന്നു. അന്നത്തെ ഡാൻസ് ഞാൻ പ്രീ ഡിഗ്രി 10th കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേനും ഡാൻസ് മാത്രമായിരുന്നു. ഈ അന്നത്തെ കുത്തും കോമയും ഡാൻസ് ആണല്ലോ ഫുള്ള്. അന്ന് ആരൊക്കെ മൈക്കിൾ ജാക്സൺ ഇതൊക്കെ അന്നത്തെ ബ്രേക്ക് ഡാൻസ് എന്നാ പറയണ. അന്ന് മറ്റേ ഇങ്ങനെ ഫങ്കി ഡാൻസ് അങ്ങനത്തെ സ്റ്റെപ്പ് ഓർമ്മ. പിന്നെ അത് കംപ്ലീറ്റ് ചില്ല പിടിക്കലാണല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങനെ മാറിയിട്ട് പതിയെ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ വന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ കളിച്ചിരുന്നു. അങ്ങനെ എനിക്കൊരു ഡാൻസ് പഠിപ്പിക്കാനായിട്ട് കുറേ കുട്ടികളും ശിഷ്യന്മാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അവിടെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വന്നാണ് വൈഫ്. അങ്ങനെ ഈസ്റ്റേണും വെസ്റ്റേണും കൂടി മിക്സായി ഞങ്ങൾ ഒളിച്ചോടി ഡാൻസ് പൂട്ടി എല്ലാം. അതോടെ ഡാൻസ് നിന്നു. പിന്നെ ഞാൻ നാസിക്കയുടെ അമർ അക്ബറിൻ്റെ പരിപാടിക്ക് ഷൂട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഡാൻസ് കളിക്കും, ഇങ്ങനെ ഡാൻസ് മാസ്റ്റർ എന്നൊക്കെ അറിയാം. എന്ത് പറഞ്ഞാലും ദുരന്തം പറഞ്ഞ ആളായിട്ട്. അത് പറയാൻ ആ ക്യാരക്ടർ ദുരന്തം എന്നാ പേര്. ഇതെല്ലാം അങ്ങനത്തെ നെഗറ്റീവ് ക്യാരക്ടറേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ഹൈദരാബാദിൽ പാട്ട് ഷൂട്ട് ഇടയ്ക്ക്. അപ്പോൾ ഡാൻസ് കളിക്കുക. പിന്നെ സാജു അത് തന്നെ, അത് സാജു ഡാൻസ് കളിക്കും. സാജു ഡാൻസ് മാസ്റ്ററാന്ന് പറഞ്ഞു. ഷാജുവിന് എങ്ങനെയാണെന്ന് അറിയില്ല. ഷാജുവിൻ്റെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഷാജുവിൻ്റെ ഞാൻ ഡാൻസിന് പോയിക്കുക. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോൾ കോറിയോഗ്രാഫർ നാഷിക്കട്ടൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ നാഷിക്ക പറഞ്ഞു കുഴപ്പമില്ല, അതൊക്കെയാണ്, ഷാജുവിനെ ശ്രദ്ധിച്ചാന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് അവിടെ പോയി ഇരുന്ന് അവരെന്തോ ചർച്ച ചെയ്ത് ആ പാട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ആ മാസ്റ്റർ വേറെ എവിടെ ഡാൻസ് പഠിക്കാൻ പോകും. പുള്ളിക്ക് എൻ്റെ ശൈലിയായി മാറി തോന്നുന്നു. അത്ര ഭീകരമായിരുന്നു. ഈ സ്റ്റേജ് ഷോ ചെയ്യുമ്പോഴും ഡാൻസ് ഗുണം ചെയ്യുന്നില്ലേ? കാരണം സ്റ്റേജ് ഷോയിൽ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ബോഡി മൊത്തം ഇളകിയിട്ട് ഫ്ലെക്സിബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ കളിക്കുമ്പോൾ കുറച്ചുകൂടെ സ്ലാപ്സ്റ്റിക് ഹ്യൂമറുകളാണ് കൂടുതൽ. ബോഡി ആക്ഷൻ കളിയായിരിക്കുള്ളൂ സ്റ്റേജിൽ കളിക്കുമ്പോഴത്തേക്ക്. സിനിമയിലെ ഹ്യൂമർ സ്റ്റേജിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ കൂവി ഓടിക്കും. ഭയങ്കര ഹിറ്റ് സിനിമകൾ തമാശകളില്ലേ, അതൊന്നും സ്റ്റേജിൽ നിന്ന് പറയാൻ പറ്റില്ല. സ്റ്റേജിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഇച്ചിരി ബോഡി കുറച്ച് ഓവറായിട്ട് ചെയ്ത് ഒക്കെ വേണം. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം സ്റ്റാൻഡപ്പായി. ഇപ്പോൾ കോമഡിക്ക് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിരുന്നില്ലേ. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് നിന്നിട്ട് പണ്ടത്തെ കഥാപ്രസംഗക്കാർ ചെയ്യണ ആ ഒരു പാറ്റേൺ തന്നെ പിടിച്ചിട്ട് ചെയ്യണ. ഇപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് മുമ്പുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം അവർ ഞങ്ങൾ പുതിയ ശൈലിയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോഴത്തെ കുട്ടികളെങ്ങനെ നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക, അല്ലാതെ അവരെയും കൂടി നമ്മളിലേക്ക് എത്തിക്കാൻ നോക്കി നടക്കൂല. പുതിയ പുതിയ രീതിയിലുള്ള സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഓരോ ചാനലിലും കാണുന്നില്ലേ. ഞാൻ മിക്കവാറും ഫോണിലെടുത്ത് വെച്ച് കാണുന്ന ഈ പരിപാടികളുണ്ട്. അവർ കോട്ടയം ഇടുക്കി ഭാഗത്തുള്ള എന്നിട്ട് 3 പേര് പുതിയ ഗംഭീര സ്കിറ്റുകളാണ് ചെയ്യണത്. അത് കോട്ടയത്തെ ഇടുക്കി ഭാഗത്തുള്ള ഒരു 3 പേര് ഞാൻ സ്ഥിരം അവരുടെ സ്കിറ്റ് എടുത്ത് കാണുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്യണത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു അവസരത്തിൽ ഇവരെ വെച്ച് കാണുവാണെങ്കിൽ നമുക്ക് അവരോട് പറയുകയും ചെയ്യാമല്ലോ, സ്കിറ്റ് കാണുന്നല്ല എന്ന് പറയണം ചെയ്യണം. അതാ പാറ്റേൺ മാറി. കോമഡിയുടെ പാറ്റേണേ മാറി. സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒക്കെ പാറ്റേൺ മാറി. അതുപോലെ ഈ കോമഡിയിലേക്ക് ഈ സ്കിറ്റിലേക്ക് മറ്റൊക്കെ വരുമ്പോൾ മിമിക്രി രംഗത്തേക്കൊക്കെ വരുമ്പോൾ സ്ത്രീകൾ കുറച്ച് കുറവുള്ളത് പോലെ തോന്നില്ലേ? അതായത് മുമ്പൊരു കാലത്ത് മലയാള സിനിമയിൽ തന്നെ ഇപ്പം കൽപ്പന അല്ലെങ്കിൽ ഫിലോമിന പോലുള്ള ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ ഹ്യൂമർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അത് നമ്മൾ ഹ്യൂമർ ചെയ്യാൻ പാടുപെടും. സാധാരണ ഒരു ആർട്ടിസ്റ്റ് വന്ന് ലേഡി ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഏത് അമ്മ വേഷം കരണ വേഷമൊക്കെ ചെയ്യാം. പക്ഷെ ചിരിപ്പിക്കണമെങ്കിൽ പണിയാണ്. അപ്പം അതിനും ആ ഒരു മൂഡിലുള്ള കുട്ടികൾ മാത്രം. പക്ഷെ ഇപ്പം ചാനലുകളിലൊക്കെ ഒത്തിരി ലേഡി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഈ ഹ്യൂമർ ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകൾ കുറവാണ്. അപ്പം അതിന് പുതിയ പുതിയ കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ ചാനലിലൊക്കെ ഒത്തിരി വരുന്നുണ്ട്. നമ്മുടെ അസോസിയേഷൻ തന്നെ ഒത്തിരി പേരുണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ. കൂടുതൽ തിങ്ങി വരാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹ്യൂമർ ചെയ്യുക എന്നുള്ളത് പാടുള്ളൊരു കേസാണ്. അതുപോലെ ഈ സിനിമയുടെ ഈ മിമിക്രിയുടെ രംഗങ്ങളും ഒരുപാട് മാറുന്നതായിട്ട് പറയുന്നു. അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിനിമയിൽ വന്ന സമയം അല്ലെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഓർമ്മ വെച്ച സമയത്ത് ഞാൻ കണ്ടെന്ന സിനിമകളിൽ പല പാറ്റേണും നമ്മൾ അറ്റം വരെ കണ്ടിട്ടുണ്ട്. ഇപ്പം വളരെ ചുരുക്കം വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ജയറാമേട്ടൻ്റെ പടമാണ് ഫാമിലി സബ്ജക്റ്റ് ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് വിട്ടിട്ട് ആ ഫാമിലി സബ്ജക്റ്റിങ് മാറിയിട്ട് വേറെ റൂട്ടിലാണ് ഇപ്പോഴത്തെ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലി പടം കൊണ്ട് ഇന്ന് ഓടുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അത് കാരണം അത്തരത്തിലുള്ള പടങ്ങൾ എടുക്കാൻ മടിക്കും പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇപ്പോൾ വരുന്നതെല്ലാം ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പടങ്ങളാണ്. ഫാമിലി ഓഡിയൻസിന് നോക്കിയിട്ട് മിക്കവരും പടം ചെയ്യണില്ല. ന്യൂ ജനറേഷന് പറ്റിയ പടങ്ങളാണ് ഇറക്കുന്നത്. അതേ പോവുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഈ ജനറേഷൻ്റെ ഇപ്പോഴത്തെ ഒരു മൂഡ് അനുസരിച്ചുള്ള പടം എഴുതുക, അതനുസരിച്ച് ചെയ്യുക, പടം ഹിറ്റാവും. മലയാള സിനിമയിലെ അമ്മ പോലുള്ള സംഘടനകളിൽ നിന്ന് ഒരുപാട് പേര് രാജിവെക്കുന്നു. ആ സംഘടന ഇപ്പോൾ ഈ ഒരു നിലക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ മലയാള സിനിമയെ ശരിക്കും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ? ഇൻഡസ്ട്രിയെ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ബാധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിലവിൽ ഇപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ സംഘടന ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം അതൊരു നിസ്സാര ചെറിയ സംഘടനയൊന്നുമല്ല. ഇത്രയും അംഗങ്ങളും ഇത്രയും എന്താ പറയണത്
ഒരു പാരമ്പര്യമുള്ളൊരു സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് ഇട്ട് കളയാനൊന്നുമില്ല. ഇപ്പം ചെറിയ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഒരു മോൻ കുരുത്തക്കേട് ചെയ്ത് അവൻ കഞ്ചാവ് വലിച്ച് വല്ലയിടത്തും പോയി കത്തിക്കൂത്തും വെള്ളം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വീടില്ലാണ്ടാവില്ല. അതെപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ അത് കെയർ ചെയ്യും. അതിന് നമ്മളുടേതായിട്ടുള്ള അച്ഛനും അമ്മയും വേണ്ടപ്പെട്ടവരും കൂടി അത് സെറ്റാക്കി കൊണ്ടുവരും. അത് തീർച്ചയായിട്ടും സംഘടന എന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരും. പിന്നെ ഈ വിഷയങ്ങളില്ലാത്ത ആരാധനാലയങ്ങളിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, പലയിടത്തും നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് ചെയ്തത് ന്യായീകരിക്കുമൊന്നുമല്ല കേട്ടോ, ഞാൻ പറയാം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതുപോലെ നടക്കുന്ന വെച്ചാൽ ഇതിൽ കുറച്ച് ഈ പബ്ലിക് ഫിഗറുകൾ, അങ്ങനെ ജനങ്ങൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നവർ, എപ്പോഴും മനസ്സിൽ തെളിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു സംഘടനയല്ലേ ഇത്. അതുകൊണ്ടായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ തെറ്റാണ്, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും വൈറലായ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ജാതിയെ കുറിച്ചൊക്കെ പറയുന്നൊരു, അത് പ്രസംഗമായിട്ട് പറഞ്ഞതല്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സഹോദരങ്ങൾ എങ്ങനെ ആയിരിക്കണം, അല്ല എൻ്റെ സഹോദരങ്ങളുടെ കാഴ്ചപ്പാട്, എൻ്റെ കാഴ്ചപ്പാട് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല, അവരുടെ കാഴ്ചപ്പാട് മാറേണ്ട സമയം കഴിഞ്ഞ്. ആ രീതിയിൽ മുന്നോട്ട് അടുത്ത തലമുറ വന്നെങ്കിൽ അവരെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്. കേൾക്കേണ്ട ആൾക്കാർ, ഒരു പ്രഭാഷണം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു എന്താ സാമൂഹ്യമായിട്ടുള്ള മതപരമായിട്ടുള്ള എന്തും ആയിക്കോട്ടെ, ഒരു പ്രഭാഷണം നടക്കുമ്പോഴത്തേക്ക് നമ്മളൊരാളെ വിളിച്ച് ഈ ഒരു പ്രഭാഷണം ചെയ്യുമ്പോൾ അത് കേൾക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ 50, 60, 70 വയസ്സുള്ള ആൾക്കാരല്ല, 20, 25, 26 ഇടയിലുള്ളവരാണ് ഇത് കേൾക്കേണ്ടത്. അത്തരത്തിലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരണം. അവരിലൂടെ ഇനി മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വികാരം ഉണ്ടല്ലോ, ആ വികാരത്തിൽ സംസാരിച്ചതാണ്. അതുപോലെ മിമിക്രിക്കാർ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ടുള്ള. അതെ. അപ്പം പല നടന്മാർ പോലും ഇപ്പം ഒരു കാലത്ത് ജയനെ അനുകരിച്ചതിനെ പറ്റി അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് ആൾക്കാരൊക്കെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നു എന്നുള്ള വിമർശനങ്ങൾ കാണാറുണ്ട്. അല്ല, അത് ശരിയാണെന്ന്. അത് നമ്മൾ കണ്ടു വളർന്നത്, ഞങ്ങൾ കണ്ടു വന്നതും ഒക്കെ അങ്ങനെ തന്നെ. സിനിമകളിലാണ് ഇപ്പോഴും വേലക്കാരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ ജോലിക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിൽ പോലും കാണിക്കും. പിന്നെ അത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ നിർത്തുള്ളൂ അവിടെ. അത് നേരെ തിരിച്ച് അവിടുത്തെ ഒരു മുതലാളത്തിയായിട്ട് ഈ ആർട്ടിസ്റ്റിനെ ഇടുവോ? നല്ല ആർട്ടിസ്റ്റായിരിക്കും, പക്ഷെ ഇടില്ല. അത് പണ്ടുപോലെ ഒരു കീഴ്വഴക്കോ അത്. പക്ഷെ ഞങ്ങൾ സ്കിറ്റ് കളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരും കൂടെ ഇച്ചിരി ഇരുണ്ട നിറമുള്ള ആളാണെങ്കിൽ ആ ആൾ പറയും എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞോട്ടാ, അപ്പോൾ ആൾക്കാർ ചിരിക്കുന്നു ഇങ്ങോട്ട് പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവർ ഇതിലിപ്പോൾ പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അന്നേരം ചിരി കിട്ടും. പിന്നെ അതൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റും കാര്യങ്ങളും വരും. അപ്പോൾ ഈ പറഞ്ഞ ആൾ പറയണ്ടേ, അത് ഞാൻ പറഞ്ഞിട്ടാ പറയണ്ടേന്ന്. ആ ആൾ മിണ്ടൂല, പുള്ളി അപ്പോൾ സൈലൻ്റായിട്ട് ആ ഒരു പ്രീതി മുഴുവൻ പുള്ളി അങ്ങ് മേടിച്ചെടുക്കും. ഒരിക്കലും നമ്മളിപ്പോൾ ഞങ്ങൾ ആരും ഇപ്പോൾ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചോ വണ്ണത്തെക്കുറിച്ചോ കറുപ്പിനെക്കുറിച്ചോ നിറത്തെക്കുറിച്ചോ ഒന്നും പറയാറില്ല. അത് ഒരു ടൈമായപ്പോൾ അതിന് പ്രശ്നങ്ങൾ വന്നപ്പോൾ നിർത്തി. അവിടെ കൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു തമാശയിൽ പോലും നമ്മൾ ബോഡി ഷെയ്മിങ് ആരും ചെയ്യാറില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ബോഡി ഷെയ്മിങ് പറഞ്ഞത് കൊണ്ട് ഏതെങ്കിലും ഒരു തലമുറ വഴി തെറ്റുമോ? സിനിമയിലായിക്കോട്ടെ, കള്ളു കുടിക്കണ സീൻ, കഞ്ചാവ് വലിക്കണ സീൻ, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന സീൻ, ഇതൊക്കെ സീൻ കാണിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണത് അതാണോ ഒരു തലമുറയെ വഴിതെറ്റിക്കണത്? ഇതാണോ? അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ആ നെഗറ്റീവ് അത് ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഇത് നമ്മളൊരു ഫണ്ണി, ഒരു തമാശയ്ക്ക് വേണ്ടി ഞാൻ നോക്കട്ടെ, ചുമ്മാ നമ്മൾ അവിടെ നിന്ന് നടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിരിക്കൂല. അവ എന്നെ വഴി ഒന്ന് താല് കെട്ടിയത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ചിരിക്കും, പിന്നെ ഓടി വരുള്ളൂ. അപ്പം ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലും വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വാക്കും പറഞ്ഞില്ല. അത് ഇതും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതാ ബോഡി ഷേമിംഗ് എന്നുള്ളതും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. അത് നമ്മൾ നിർത്തി. അതിൻ്റെ ഇപ്പുറത്തെ ഒരു വശം ഞാൻ പറഞ്ഞതാ, ഇപ്പം നടന്നു പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു വശം ഞാൻ പറഞ്ഞതാ. അത് ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക. അതായത് അങ്ങനെയുള്ള സിനിമകൾ ആഘോഷിക്കപ്പെടുകയാണ്. ഇത് ഒരു മനുഷ്യന്റെ ചെറിയൊരു വേദന, ഒരു തലമുറ വഴിതെറ്റണ രീതിയൊന്നും അല്ല ഇത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ വശവും നമ്മൾ ക്ലിയർ ചെയ്യണം. അതുപോലെ ഈ മറ്റൊരു ആരോപണമാണ്, നമ്മളൊരു കാലത്ത് ജയൻ പോലുള്ള ആൾക്കാർ, അപ്പോൾ മിമിക്രിക്കാർ പുള്ളിയൊക്കെ വേറെ, ഇപ്പം ജയൻ KP ഉമ്മർ പോലുള്ള പഴയകാല നടന്മാരെയൊക്കെ വേറൊരു രൂപത്തിലൊരു അപ്പിയറൻസും മറ്റൊക്കെ കൊടുത്തിട്ട് ഇതാണ് എന്നുള്ള രൂപത്തിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടുത്തൊരു അവസ്ഥ മിമിക്രിക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം കേൾക്കാറുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇച്ചിരി കൂട്ടി കാണിക്കും. നമ്മൾ മിമിക്രി എന്ന് പറഞ്ഞാൽ ക്യാരിക്കേച്ചറാണ്. ഇപ്പം എന്നെ ക്യാരിക്കേച്ചർ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ക്യാരിക്കേച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കൂല ആൾക്കാർ. അതിനാണ് നമ്മുടെ പല്ല് വലുതാക്കി ഇങ്ങനെയൊക്കെ വരച്ചു വെക്കണത് ക്യാരിക്കേച്ചർ ചെയ്യുമ്പോൾ. മിമിക്രി അങ്ങനെ തന്നെ ഒരു ക്യാരിക്കേച്ചറാണ്. അത് പണ്ട് മുതൽ ഇവർ പറഞ്ഞൊരു പൊടിക്ക് കൂട്ടിയിട്ടിട്ടാണ് ചെയ്യണത്. അത് തമാശക്ക് നോർമലി ജയൻ സാർ ഒന്നും സംസാരിച്ച് ആരും ചിരിക്കില്ല.
അടുത്തതായി ജയൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കില്ല, പരിപാടി പൊളിയായിരുന്നു, തമാശ ഉണ്ടായില്ല എന്ന് പറയും, അങ്ങനെ പറയുള്ളൂ. പക്ഷെ അതൊരു ഇച്ചിരി പുള്ളി പൊടിക്ക് കൂട്ടിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ എൻജോയ് ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം കമൻറ്റ് ചെയ്യൂ, ജയനെ പറയാൻ നീ ആരടാ. ഇപ്പം നമ്മൾ ഒരാളെ കളിയാക്കണം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയണ്ടില്ല. നിങ്ങളൊരു 5 പേര് കൂടി നിന്നാ അതിലൊരുത്തനെ എല്ലാവരും കൂടി കളിയാക്കുമോ? സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ഏതെങ്കിലും കമന്റ് വരും, കളിയാക്കും. ആ കളിയാക്കണ ഇപ്പം താങ്കളാണ് കളിയാക്കണമെങ്കിൽ അത് താങ്കൾക്ക് സൂഹിക്കാൻ വേണ്ടിയല്ല, ബാക്കി 5 പേർ കൂട്ടി ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഇതൊക്കെ തന്നെയാണ് ഈ നടക്കണത്. നമ്മൾ ഡെയിലി ചെയ്യണ കാര്യങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണത്, ഇത്രേ ഉള്ളൂ. 10 കൂട്ടുകാരുണ്ടെങ്കിൽ അതിലൊരുത്തനെ കളിയാക്കൂല എപ്പോഴും. അത് മറ്റുള്ള ആ 8 പേരും കൂടി ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഇപ്പം ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു ഡബിൾ മീനിങ് അല്ലെങ്കിൽ ഈ ബോഡി ഷേമിംഗ് ഉള്ള കമന്റ് മുമ്പ് ചെയ്തത് ഇപ്പം കുറേ കാലത്തിന് ശേഷം ഇപ്പം ഇങ്ങനെ കാണുകയാണ്, അപ്പം അത് ചെയ്ത് ശരിയായില്ല അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? അല്ല, ചിലത് നമുക്ക് ഒരാൾ പറഞ്ഞാലേ നമ്മളിങ്ങനെ ചെയ്തു പോകണം, നമ്മളാ ശരിയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും പറഞ്ഞു തന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നിർത്തി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഒരവസരത്തിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം ഇത് ഒരു തിരുത്ത് നമുക്ക് വന്നില്ലേ, അപ്പോഴാണ് ഞാൻ ആ ആംഗിളിൽ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് ഉറപ്പായിട്ട് നമുക്കത് തോന്നും. എൻ്റെ വൈഫ് എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേൾക്കണം, ഒരാളെ കേൾക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു. കാരണം ഈ ഒരാളൊരു മാറ്റർ പറഞ്ഞ് സംസാരിച്ചാൽ ചിലരും കേട്ടിട്ട് പിന്നെ അതിടാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പോകും. അത് വൈഫ് എന്നെ ഒബ്സർവ് ചെയ്തിട്ടാണ് പറഞ്ഞാൽ ഏറ്റവും നല്ല മനസ്സിൽ നിന്ന് ഒരാളെ കേൾക്കണം, അയാൾ കേട്ടതിന് ശേഷം മറുപടി പറയാമെന്ന് പറഞ്ഞു. അത് ഞാനത് കേട്ട് പിന്നെ അങ്ങനെ പറയുള്ളൂ. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഇടക്കേറി പറയും ഞാൻ. നല്ല കേൾവിക്കാരനാവണം. എന്തൊക്കെയാണ് അടുത്ത പ്രോജക്റ്റുകൾ? എന്തൊക്കെയാണ് അടുത്ത പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ടുള്ള ഈ റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞ പടമായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ വേറൊരു പടവും കൂടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ 2-3 പടത്തിൽ ഡബിങ്ങും ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് ഇങ്ങനെ പോവുക, സംവിധാനം ചെയ്യുന്നത്. അതെ അതെ അതെ, ഏറ്റവും വലിയ ആഗ്രഹം അതാ. അതിനെപ്പറ്റി കൂടുതൽ ഇപ്പം പറയാം. ഇപ്പം ഒന്നുമല്ല, നമ്മൾ അടുത്ത ഇൻ്റർവ്യൂവിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരും. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനുവേണ്ടി മാത്രം നമുക്കൊരു ഇൻ്റർവ്യൂ വെക്കാം. അതുപോലെ ഈ അവസാനമായിട്ടൊരു കാര്യം കൂടി, ഇപ്പം നമ്മൾ ഈ കരിയറിനൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ ഗ്രാഫിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ഞാനും എൻ്റെ വൈഫും ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. അത് മാത്രം ഒരു ദിവസം എൻ്റെ വൈഫിന് എന്തെങ്കിലും വിഷമമുണ്ടോ അല്ലെ എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അത് ശ്രദ്ധിക്കും. ബാക്കി ജീവിതത്തിൽ മുന്നോട്ടൊന്നും ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടണമെന്നോ ഇതോ വീട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വേണമെന്നോ, കടം എപ്പോഴും വേണം. കടം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനാവുള്ളൂ. ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ കാശുണ്ടായിട്ട് നിന്ന് കുടിച്ചേർന്നിട്ട് എന്താ കാര്യമുള്ളൂ? അതുകൊണ്ട് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാ, എൻ്റെ വൈഫിൻ്റെ എൻ്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതുപോലെ റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ഒത്തിരി സന്തോഷം. എന്തായാലും പ്രോഗ്രാം ഗംഭീരമായിട്ട് മുമ്പോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, പടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ വരും. തീർച്ചയായിട്ടും വരണം. ഓക്കെ, താങ്ക് യു.